എന്നാണ്. ഏറ്റവും കൂടുതൽ കളവ് അറിയുന്ന മുസ്ലിം ലീഗ് നേതാവിന് അവാർഡ് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. നുണ പറയാനാണ് ലീഗ് മത്സരിക്കുന്നതെന്നും അല്ലാതെ ജയിക്കാനല്ല എന്നും തിരൂരിലെ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ. ഏറ്റവും കൂടുതൽ കളവ് പറയുന്ന മുസ്ലിം ലീഗ് നേതാവിന് അവാർഡ് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ് അവരെന്നും മന്ത്രി കൂടിയായ വി അബ്ദുറഹ്മാൻ തിരൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൽപ്പഞ്ചേരിയിലെ ക്രിസ്റ്റൽ ഓഡിറ്റോറിയത്തിൽ ജൻസി ടോക്ക് പരിപാടിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് വി അബ്ദുറഹ്മാന്റെ നിശിത വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സത്യത്തിനും വാസ്തവത്തിനുമാണ് പ്രാധാന്യമെന്നും ജനങ്ങൾ നുണപ്രചാരണങ്ങളെ തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യത്തെ പിന്തുണയ്ക്കുമെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 140 മണ്ഡലങ്ങളിൽ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നതിന് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ മത്സരിക്കുന്നത്. ജയിക്കാനൊന്നും ജനങ്ങളിൽ കളവ് പറയുക എന്നാണ്. ഏറ്റവും കൂടുതൽ കളവ് അറിയുന്ന മുസ്ലിം ലീഗ് നേതാവിന് അവാർഡ് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അത് ഗിന്നസ് ബുക്കിൽ കൂടി വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തുന്നത്. ഇത്രയധികം കളവുകൾ പറയുന്ന ആൾക്ക് സമ്മാനം ചിലപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിടയ്ക്ക് വേറെ പണമൊക്കെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ പറ്റുകയാണെങ്കിൽ നമ്മളും ഒരു അവാർഡ് കൊടുക്കുകയും കേരളത്തിൽ ഏറ്റവും അധികം കളവ് പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണ കേന്ദ്രമായി തിരൂരിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് ഗിന്നസ് കിട്ടാനുള്ള ശ്രമം നടത്താം. അതോടൊപ്പം തന്നെ ഒരു അവാർഡ് ഇവിടുത്തെ പൊതുജനങ്ങൾ ചേർന്ന് അവർ. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.